ഒരിക്കൽ ഒരാളുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽ ജീവിതം അവനൊരു വെല്ലുവിളികളുടെ പരമ്പരയായിരുന്നു. അവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടു. പെട്ടെന്ന് അവനൊരു വീട്ടിലെ കാരണവരായി മാറേണ്ടി വന്നു. അമ്മയെയും ഇളയ സഹോദരങ്ങളെയും നോക്കേണ്ട ചുമതല അവനായിരുന്നു. മറ്റു കുട്ടികൾ പുറത്തു കളിക്കുമ്പോൾ അവൻ കുടുംബം പോറ്റാൻ കഠിനാധ്വാനം ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. അവൻ വലുതായി. ഒടുവിൽ വിവാഹിതനായി. വിവാഹം ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. ഒരുപക്ഷെ ഇനി ജീവിതം സുഗമമായിരിക്കാം. പക്ഷേ അവന് തെറ്റി. അവന്റെ പോരാട്ടങ്ങൾ അവസാനിച്ചില്ല. അവ രൂപം മാറി മാത്രം. പണത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ഭാര്യയുമായുള്ള വഴക്കുകൾ, ജോലിസ്ഥലത്തെ സമ്മർദ്ദം, ഒന്നിനു പുറകെ ഒന്നായി നിരാശകൾ. സമാധാനം ഒരു വിദൂര സ്വപ്നം പോലെ അവന് തോന്നി. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോഴേക്കും മറ്റൊന്ന് പ്രത്യക്ഷപ്പെട്ടു. അവൻ തളർന്നു. അവൻ തകർന്നു. അവനൊരു രക്ഷപ്പെടൽ ആഗ്രഹിച്ചു. ഒരു ദിവസം ജീവിതം നൽകിയ ദുരിതങ്ങളാൽ തളർന്ന അവനെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ കിലോമീറ്ററുകളോളം നടന്ന് കുന്നുകളിൽ താമസിക്കുന്ന പ്രശസ്തനായ ഒരു സന്യാസിയെ തേടിപ്പോയി. അദ്ദേഹത്തെ കണ്ടെത്തിയപ്പോൾ അവൻ കുമ്പിട്ട് പറഞ്ഞു, "ഗുരു, എന്റെ ജീവിതം എന്നെ മടുപ്പിച്ചു. എന്റെ വീട്, എന്റെ ജോലി, എന്റെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സമാധാനം വേണം. ദയവായി എന്നെ അങ്ങയുടെ ശിഷ്യനാക്കുക." സന്യാസി അവനെ സ്നേഹത്തോടെ നോക്കി ചോദിച്ചു, "പറയൂ, എന്താണ് നിങ്ങളെ ഇത്രയധികം വിഷമിപ്പിക്കുന്നത്?" അവൻ തന്റെ ഹൃദയം തുറന്നു. "എന്റെ ജീവിതം പ്രശ്നങ്ങളാൽ നിറഞ്ഞതാണ്. എനിക്ക് ഒരിക്കലും വിശ്രമം ലഭിക്കുന്നില്ല. ഞാൻ എപ്പോഴും പോരാടുകയാണ്. ചിലപ്പോൾ പണത്തിനു വേണ്ടി, ചിലപ്പോൾ ബന്ധങ്ങൾക്കു വേണ്ടി, ചിലപ്പോൾ എന്റെ ജോലിക്കു വേണ്ടി, ചിലപ്പോൾ എന്നോട് തന്നെ. അതൊരിക്കലും അവസാനിക്കുന്നില്ല. ഞാൻ എപ്പോഴും സമ്മർദ്ദത്തിലാണ്, എപ്പോഴും ദുഃഖിതനാണ്." സന്യാസി ക്ഷമയോടെ കേട്ടിരുന്നു. ഒരു നിമിഷത്തിനു ശേഷം അദ്ദേഹം പറഞ്ഞു, "ശരി, ഇന്ന് രാത്രി എന്നോടൊപ്പം താമസിക്കൂ. നാളെ നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാം." ഒരു പരിഹാരം മനസ്സിലുണ്ടെന്ന് കരുതി അവൻ സമ്മതിച്ചു. അടുത്ത രാവിലെ സന്യാസിയും അവനും നടക്കാൻ തുടങ്ങി. അവർ വയലുകൾ കടന്നു, കുന്നുകൾ കയറി ഒരു നദിയിലെത്തി. ജലം സ്ഥിരമായി ഒഴുകി. അധികം ആഴമില്ലെങ്കിലും കടന്നുപോകാൻ എളുപ്പമല്ലായിരുന്നു. അവർ നിശബ്ദരായി അതിനെ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സന്യാസി പറഞ്ഞു, "നമുക്ക് ഈ നദി കടക്കണം." അവൻ അവനെ നോക്കി ചോദിച്ചു, "പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിവിടെ വെറുതെ നിൽക്കുന്നത്?" സന്യാസി ശാന്തമായി മറുപടി പറഞ്ഞു, "ഈ നദി വറ്റാൻ നമ്മൾ കാത്തിരിക്കുകയാണ്." അവൻ ആശയക്കുഴപ്പത്തിലായി. "എന്ത്? പക്ഷേ ഗുരു, ഈ നദി സ്വയമായി വറ്റില്ല. അത് ഒഴുകിക്കൊണ്ടിരിക്കും. അത് വറ്റാൻ നമ്മൾ കാത്തിരുന്നാൽ നമ്മളിവിടെ എന്നേക്കുമായി നിൽക്കേണ്ടിവരും. ഇത് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമ്മളിത് കടന്നുപോകണം." സന്യാസി പുഞ്ചിരിച്ചുകൊണ്ടവനെ നോക്കി. "അതാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിച്ചത്," അദ്ദേഹം പറഞ്ഞു. "ജീവിതം ഈ നദി പോലെയാണ്. പ്രശ്നങ്ങൾ അവ ഈ ഒഴുകുന്ന വെള്ളം പോലെയാണ്. അവ നിൽക്കാൻ നിങ്ങൾ കാത്തിരിക്കരുത്. കാരണം അവ നിൽക്കില്ല. പ്രശ്നങ്ങൾ വ്യത്യസ്ത രൂപങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും. ഒരു തികഞ്ഞ സമാധാനപരമായ നിമിഷത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ അനങ്ങാതെ നിൽക്കേണ്ടിവരും. മുന്നോട്ടു പോകാനുള്ള ഒരേയൊരു വഴി ഒഴുക്കിലൂടെ കടന്നുപോകുക എന്നതാണ്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും." അപ്പോൾ സന്യാസി മൃദുവായി പറഞ്ഞു, "ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് നിങ്ങളുടെ വേദന ഇല്ലാതാക്കില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം നൽകുമെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ നിങ്ങളൊരു സന്യാസിയായാൽ പോലും മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. ഒരുപക്ഷെ ഏകാന്തത, ഒരുപക്ഷെ കുറ്റബോധം, ഒരുപക്ഷെ മറ്റൊരു തരത്തിലുള്ള പോരാട്ടം." അദ്ദേഹം അവന്റെ തോളിൽ കൈവച്ചു. "പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതിൽ നിന്നല്ല സമാധാനം വരുന്നത്. ഓരോന്നായി അവയെ നേരിട്ടും അവയിലൂടെ വളർന്നുമാണ് സമാധാനം വരുന്നത്. വീട്ടിലേക്ക് മടങ്ങുക," അദ്ദേഹം പറഞ്ഞു. "ഉപേക്ഷിക്കരുത്. മുന്നോട്ടു പോകുക. നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നത് പരിഹരിക്കുക. നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാത്തത് സ്വീകരിക്കുക. പക്ഷേ നദി വറ്റാൻ ഒരിക്കലും കാത്തിരിക്കരുത്. കാരണം അത് വറ്റില്ല." അവന് മനസ്സിലായി. ആ ഒരൊറ്റ നിമിഷം, ആ ഒരു ഉപമ അവന്റെ ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. അവൻ വീട്ടിലേക്ക് മടങ്ങി. ഒരു തോറ്റ മനുഷ്യനായിട്ടല്ല, മറിച്ച് ജീവിതത്തെ വ്യത്യസ്തമായി നേരിടാൻ തയ്യാറായ ഒരാളായി. അവൻ നല്ല ദിവസങ്ങൾക്കായി കാത്തിരിക്കുന്നത് നിർത്തി. പ്രശ്നങ്ങൾ തനിയെ ഇല്ലാതാകുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നത് നിർത്തി. പകരം അവൻ അവയെ ഓരോന്നായി ശാന്തമായും ക്ഷമയോടെയും ധൈര്യത്തോടെയും നേരിടാൻ തുടങ്ങി. പതുക്കെ മനോഹരമായ എന്തോ സംഭവിച്ചു. അവൻ മാറാൻ തുടങ്ങി. അവന്റെ കാഴ്ചപ്പാട് മാറി. അവന്റെ ശക്തി വർദ്ധിച്ചു. ജീവിതം ഇപ്പോഴും ബുദ്ധിമുട്ടുള്ളതായിരുന്നു, അതെ. പക്ഷേ അവനിനി ബുദ്ധിമുട്ടുകളെ ഭയന്നില്ല. അതാണ് എല്ലാ വ്യത്യാസവും വരുത്തിയത്. അതിലൂടെ മുന്നോട്ടു പോകുക. ഈ കഥ നമ്മെ ശക്തമായ ഒരു കാര്യം പഠിപ്പിക്കുന്നു. പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാവർക്കും. ചില ആളുകൾക്ക് പണത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ചിലർക്ക് ബന്ധങ്ങളിൽ, ചിലർക്ക് ആരോഗ്യത്തിൽ,
ചിലർക്ക് മറ്റാരും കാണാത്ത ഉള്ളിലെ ഭയങ്ങൾ. എന്നാൽ സത്യമിതാണ്, ആർക്കും പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമില്ല. എല്ലാം തികഞ്ഞ ഒരു ദിവസം വരുമെന്ന് നമ്മൾ കാത്തിരുന്നാൽ നമ്മൾ എന്നേക്കുമായി കാത്തിരിക്കേണ്ടി വരും. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി പോലെ ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിർത്തരുത്, കാത്തിരിക്കരുത്, അനങ്ങാതെ നിൽക്കരുത്. നദി എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും കടന്നുപോകുക, വേദനയെ നേരിടുക, ചുവടുകൾ വെക്കുക, മുന്നോട്ടു പോകുക. കാരണം വിജയം, സമാധാനം, സന്തോഷം അവ തികഞ്ഞ ഒരു ജീവിതത്തിന്റെ മറ്റേ അറ്റത്ത് കാത്തിരിക്കുന്നില്ല. അവ പടിപടിയായി കെട്ടിപ്പടുക്കുന്നത് നദി ദുഷ്കരമാകുമ്പോൾ പോലും നമ്മൾ മുന്നോട്ടു പോകുമ്പോഴാണ്. ഓരോ പ്രശ്നത്തെയും നിങ്ങൾ അതിജീവിക്കുമ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങൾ പണിയുന്ന പാലത്തിലെ ഓരോ കല്ലുകളായി മാറുന്നു. അതുകൊണ്ട് ഉപേക്ഷിക്കരുത്, നദി വറ്റാൻ കാത്തിരിക്കരുത്.